ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ 100K സബ്സ്ക്രൈബ് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വെരിഫിക്കേഷൻ ബാഡ്ജ് മാർക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കരസ്ഥമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം. ഈ ബാഡ്ജ് മാർക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഓൺ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചാനലായിരിക്കണം. ചാനൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. അതുപോലെ വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടുന്ന ചാനലായിരിക്കണം. ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ നമ്മുടെ ലോഗോ അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കണം. ലോഗോ, ചാനൽ ഹാർട്ട് ഇതെല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ ഒരിക്കൽ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നെയിം നമുക്ക് ടിക്ക് മാർക്ക് ബാഡ്ജ് മാർക്ക് ലഭിച്ച ശേഷം വീണ്ടും ചാനൽ നെയിം മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടിക്ക് മാർക്ക് ഒഴിവാകുന്നതായിരിക്കും. അങ്ങനെ ഒഴിവായി കഴിഞ്ഞാൽ വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏതാണ് ചാനൽ നെയിം വെച്ചിരിക്കുന്നത് ആ ചാനൽ നെയിമിൽ തന്നെ ആ ടിക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ഒരിക്കൽ ടിക്ക് മാർക്ക് കിട്ടിയ ചാനൽ നെയിം വീണ്ടും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വേറെ ഒരാൾക്ക് ടിക്ക് മാർക്ക് ബാഡ്ജ് മാർക്ക് കിട്ടിയിട്ടുണ്ട് ആ ചാനൽ നെയിമിൽ, വീണ്ടും ആ ഒരു നെയിം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ചാനൽ ഈ ഒരു ബാഡ്ജ് മാർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബാഡ്ജ് മാർക്കിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ചാനൽ ഐക്കൺ ഉണ്ടല്ലോ, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ സെർച്ച് ഹെൽപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ വെരിഫിക്കേഷൻ ബാഡ്ജ് ഓൺ യൂട്യൂബ് കണ്ടോ, ബാഡ്ജ് ഓൺ ചാനൽസ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യണം. ഓക്കെ, വെരിഫിക്കേഷൻ ബാഡ്ജ് ഓൺ ചാനൽസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെരിഫിക്കേഷൻ ബാഡ്ജ് ഓൺ ചാനൽസ് എന്ന് ഏറ്റവും താഴെ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ വെരിഫിക്കേഷൻ ബാഡ്ജ് ഓൺ ചാനൽസ് എന്നുള്ളത് വന്നു. ഇവിടെ അപ്ലൈ ഫോർ ചാനൽ വെരിഫിക്കേഷൻ എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ അപ്ലൈ നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്ലൈ നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാനൽ നെയിം കൊടുക്കാൻ വന്നിട്ടുണ്ട്. ചാനൽ നെയിം നമ്മൾ യൂട്യൂബേഴ്സ് കോർണർ മലയാളം. ഓക്കെ, നമ്മൾ ചാനൽ നെയിം കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ചാനൽ ID. ഓക്കെ, ഞാനിവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ ചാനൽ ID എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സബ്മിറ്റ് ചെയ്ത ശേഷം കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ചാനൽ ID പേസ്റ്റ് ചെയ്യണം. ഇവിടെ ഞാൻ ചാനൽ ID പേസ്റ്റ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇവിടെ ഏറ്റവും താഴെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഈ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കണ്ടോ യുവർ ഇമെയിൽ ഹാസ് ബീൻ സെൻഡ്, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം പെട്ടെന്ന് വരും. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നമ്മുടെ കംപ്ലീറ്റ് ആവും കേട്ടോ. ഒരു പേടിയും വേണ്ട. കാരണം നമുക്കൊന്ന് മെയിൽ വരും. ആദ്യം മെയിൽ വരും നിങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്, അതിന്റെ പിറ്റേ ദിവസം തന്നെ ശരിയാവും. നിങ്ങൾക്ക് ടിക്ക് മാർക്ക് എനേബിൾ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ഒരു ചാനൽ ലിങ്ക്, അതായത് ചാനലിന്റെ ID നമുക്ക് എവിടെ നിന്ന് എടുക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയ ശേഷം ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ചാനലിൽ ക്ലിക്ക് ചെയ്ത ശേഷം അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ളതിൽ പോവുക. എന്നതിന് ശേഷം ഏറ്റവും താഴെ മാനേജ് യൂട്യൂബ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ക്രോം തന്നെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബിന്റെ മാനേജ് സെറ്റിംഗ്സിലേക്ക് പോകാനുള്ള ഓപ്ഷൻ വരും. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചാനൽ ID ഞാനിവിടെ ബ്ലർ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ കോപ്പി എന്നുള്ളതിൽ ആ കോപ്പി ചെയ്ത് അവിടെ താഴെ കാണിക്കും ID കോപ്പിഡ്. ഓക്കെ, ID കോപ്പിഡ് എന്ന് പറഞ്ഞിട്ട് താഴെ വരുന്നതായിരിക്കും മെസ്സേജ്. ഇവിടെ ഇത്തരത്തിൽ ഈ കോപ്പി ചെയ്ത് തന്നെയാണ് നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ പേസ്റ്റ് ചെയ്ത് ചാനൽ നെയിമും നമ്മൾ കൊടുക്കണം, ഈ ചാനൽ ID കൊടുക്കണം. ഇത്രയും കാര്യം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, വീഡിയോ കണ്ടവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ വീഡിയോ ഇത്തരത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം നിങ്ങൾക്ക് 1 lakh സബ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് വെരിഫിക്കേഷൻ ബാഡ്ജ് മാർക്ക് ലഭിക്കേണ്ടത് എന്നുള്ളതിന്റെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന്റെ വീഡിയോ ആണ് ഇത്ര നേരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വീഡിയോ യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.